ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുട്ടികളുടെയൊക്കെ സ്കൂൾ തുടങ്ങിയല്ലോ. മിന്നുവിൻ്റെ സ്കൂൾ ഇന്നാട്ടോ 4-ാം തീയതി, ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ ബാഗെല്ലാം ഒരുക്കി വെച്ചു, അതായത് പെൻസിൽ ബോക്സും എല്ലാം എടുത്തു വയ്ക്കലും, പിന്നെ സ്കൂളിലേക്ക് ആവശ്യമുള്ള ആക്സസറീസ്, അതായത് ഹെയർ ടൈസും ക്ലിപ്സും, അങ്ങനെ ഞാൻ വിചാരിച്ചു എല്ലാം ഇത്തിരി കാണിച്ചൊരു ബാക്ക് ടു സ്കൂൾ ഒരു വീഡിയോ പോലെ ആക്കാമെന്ന്. സോ ഇങ്ങനത്തെ ഇതൊക്കെ സാധനങ്ങളും, പിന്നെ ബുക്സ് എല്ലാം പൊതിഞ്ഞു നമ്മൾ. അതേപോലെ മിന്നു എല്ലാത്തിലും സ്റ്റിക്കർ ഒട്ടിച്ചു. എല്ലാ ബുക്സൊന്നും ഫസ്റ്റ് ആവശ്യമില്ല, പക്ഷെ ചെയ്തു വെച്ചു നമ്മൾ. അങ്ങനെ ബാക്കി എന്താ പറയുക, ഇന്ന് രാവിലെ എണീറ്റിട്ടുള്ള നമ്മുടെ ഒരു ചെറിയ റൂട്ടീനും എല്ലാം ഞാനിതിൽ ഈ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്യുമെന്ന്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാനിങ്ങനെ ഒരു റൂട്ടീൻ വീഡിയോ ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. സോ ആദ്യം വെച്ചപ്പോൾ രാവിലെ ഒരു 5:15 ഒരു സമയമായപ്പോൾ എണീറ്റിട്ട് കുക്കിംഗ് തുടങ്ങി. അപ്പോൾ ആദ്യം ഫോൺ വെച്ചത് ശരിയായില്ല, ഫോക്കസ് ശരിയായിരുന്നില്ല. പിന്നെയാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മിനുവിന് ലഞ്ചിനുള്ള പുലാവാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും അതേപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് എടുത്തിട്ടുള്ളൂ, കഴുകി മുറിച്ചു. എന്നിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഇച്ചിരി ഗ്രീൻ പീസും അതേപോലെ സ്വീറ്റ് കോണും ഉണ്ടായിരുന്നു, ഫ്രോസൺ ആണ്. അത് ഞാനൊരു പാത്രത്തിലെടുത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചു. എന്നിട്ട് അരി കഴുകി എടുത്തു കേട്ടോ. ഇപ്പം മിന്നുവിന് മാത്രമായിട്ടാണ്, പക്ഷേ ഞാനൊരു 1/2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. എനിക്ക് അതൊന്നും കുറവെടുക്കുമ്പോൾ എനിക്ക് അങ്ങ് കറക്റ്റ് ആവുന്നില്ല, വെള്ളം ഒഴിച്ചിട്ട് സെറ്റായി കിട്ടില്ല. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് സോന മസൂരി റൈസ് എടുത്തത്. അപ്പോൾ അതെടുത്തിട്ട് കഴുകി വെച്ചു. പിന്നെ സ്റ്റവ് ഓണാക്കി അതിലേക്ക് ഞാൻ പ്രഷർ കുക്കർ വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു. എന്നിട്ട് എണ്ണ ചൂടായപ്പം ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ടു. ജീരകം പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ച സവാള ഞാൻ ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ടേ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ച ക്യാപ്സിക്കം കൂടെ ഞാൻ ചേർത്തു. ലോ ഫ്ലെയിമിലാട്ടോ ഞാൻ വെച്ചിരിക്കണത്, കാരണം ഇത് ഗ്യാസ് ഓണാണ്. ആക്ച്വലി എനിക്ക് ലോ ഫ്ലെയിം ആകുമ്പോൾ സെൻറ്ററിൽ മാത്രമേ കത്തുള്ളൂ, അതാണ് കേട്ടോ കാണാത്തത്. ഇതെല്ലാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. മോൾക്ക് ഞാൻ ഇടയ്ക്ക് ഒരു റൈസും പുലാവ്, അതായത് അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ്, ലെമൺ റൈസ്, അതൊക്കെ ഇഷ്ടമാണ്, അത് കൊടുക്കും. അല്ലെങ്കിൽ ചോറും കൂട്ടാനും തോരനൊക്കെ കൊടുക്കുക. ഇങ്ങനെ മാറി മാറി കൊടുക്കും. പിന്നെ ചോറും കൂട്ടാനും തോരനൊക്കെ ആണെങ്കിൽ ഞാൻ തോരനുള്ളത് തലേദിവസം മുറിച്ച് വയ്ക്കും, അല്ലെങ്കിൽ എല്ലാം കൂടെ രാവിലെ സമയം എനിക്ക് തികയില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഗ്രീൻ പീസും കോണും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ആകെ ബിരിയാണി മസാല ഉണ്ടല്ലോ, ഷാഹി ബിരിയാണി മസാല, അത് മാത്രം ഒരു 1/2 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുള്ളൂ. വേറെ ഒരു പൊടികളും ഞാൻ ഇടാറില്ല കേട്ടോ. ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇത് എണ്ണയിലല്ലാണ്ട് ഞാൻ ഇടയ്ക്ക് നെയ്യിലും ഉണ്ടാക്കാറുണ്ട്, അപ്പോഴും നല്ല ടേസ്റ്റാണ്. ഇന്നിപ്പോൾ രാവിലെ പെട്ടെന്നിൽ എണ്ണ എടുത്ത് അങ്ങ് ചെയ്തതാണ്. പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഫുള്ള് എനിക്ക് സമയത്തിനാവുമോ എന്നൊക്കെ ഒരു ടെൻഷനായതുകൊണ്ട് ഇച്ചിരി
നേരത്തെ തുടങ്ങി. ഇടയ്ക്കൊക്കെ ഒന്ന് ഫോക്കസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരിയും ചേർത്തിട്ട് വെള്ളവും ചേർത്തു. ഞാനിവിടെ ഹാഫ് കപ്പ് റൈസിന് 2 ഗ്ലാസ് ഓൾമോസ്റ്റ് ഒരു 2 ഗ്ലാസ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. അത് എന്നിട്ടതൊരു 4 വിസിൽ അടിക്കുന്നുണ്ട്. അത് സൈഡിലാവുന്ന സമയത്തിന് ഞാൻ ഇത് പുലാവിൻ്റെ കൂടെ മിന്നുവിന് സാലഡും കൂടെ മുറിക്കുന്നുണ്ട്. ജസ്റ്റ് ക്യൂക്കമ്പേഴ്സും ടൊമാറ്റോയും. അത് കഴിഞ്ഞ് അവളുടെ ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചു. പിന്നെ സ്നാക്കിന് ഞാൻ ഒരു മാംഗോ ആണ് കട്ട് ചെയ്ത് വെക്കണത്. അധികവും സ്നാക്സായിട്ട് ഞാൻ ഫ്രൂട്ട്സ് കൊടുത്തു വിടും. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചേഞ്ചസ് വരത്തുള്ളേ. അപ്പോൾ ഇന്നിപ്പോൾ മാംഗോ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ മാംഗോ കട്ട് ചെയ്ത് കൊടുത്തു. ആ ടൈമും കൊണ്ട് നമ്മുടെ പുലാവും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ലഞ്ച് ബോക്സിലേക്ക് മാറ്റണം. കൂടെ തന്നെ സൈഡിൽ സാലഡും കൂടെ വെച്ച് കൊടുക്കണം. ഇത് അധികമുണ്ട് ക്വാണ്ടിറ്റി, ഇത്രയൊന്നും വേണ്ട മോൾക്ക്. ഞാൻ സൈഡിൽ പാലും തിളപ്പിക്കാൻ വെച്ചു. അപ്പോഴത്തേക്കും തന്നെ 6:15 ബാക്കിയുള്ള റൈസ് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുക ചെയ്യുക. എന്തായാലും അത്രയും ആവശ്യം വരില്ല, പക്ഷേ ഇത്രയും കുറവായിട്ട് ഉണ്ടാക്കാനും പറ്റില്ല. സോ നമ്മുടെ വെള്ളവും സ്നാക്സും ഇതൊക്കെ റെഡിയായി. പിന്നെ ഒരു 6:15 ആയപ്പോൾ ഞാൻ മോളെ വിളിച്ച് പല്ലൊക്കെ തേച്ച് മേലൊക്കെ കഴുകി താഴെ വന്ന് അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് റെഡിയായിട്ട് സ്കൂളിൽ പോയി.